ഹേ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ആദ്യം നമ്മുടെ ചാനലിൽ വ്യൂസ് കുറവായിരുന്നു കേട്ടോ. പക്ഷെ പിന്നീട് നമ്മുടെ ചാനലിൽ വ്യൂസ് എങ്ങനെ കിട്ടി തുടങ്ങി എന്നുള്ള ഒരു കണ്ടന്റിനെ കുറിച്ചായിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകളിലോട്ട് പോവാം, ആ പറയുന്ന കാര്യങ്ങളിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഇനിയും കൂടെ കുടിക്കും. ഇനി നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളിലോട്ട് പോയിട്ട് വരാം. ഞാനും ചാനൽ തുടങ്ങിയത് 2025 ജൂലൈ 9-നാണെന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ആ ചാനൽ തുടങ്ങിയ സമയത്തും എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് വീഡിയോ ഇടാനുള്ളത്, അതുപോലെ തന്നെ വീഡിയോ ഇടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഞാനും ആദ്യമായിട്ട് തുടങ്ങിയ ചാനലായതുകൊണ്ട് എനിക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്താണ് ഞാനും ഇതേപോലെ വീഡിയോ ഇട്ട് തുടങ്ങിയത്. എന്താണ് ആ കാര്യങ്ങളെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ആദ്യം വീഡിയോ ഇടുന്ന സമയത്ത് ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, ലോങ് വീഡിയോ ആയിക്കോട്ടെ, നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ സമയങ്ങളൊന്നും നോക്കാറില്ല. അതുപോലെ തന്നെ അതിലിടുന്ന ടൈറ്റിൽ നോക്കാറില്ല, തംബ്നെയിൽ നോക്കാറില്ല. അതുപോലെ തന്നെ അതിലിടുന്ന ഓരോ ക്യാപ്ഷൻ ആയിക്കോട്ടെ, ഹാഷ്ടാഗ് ആയിക്കോട്ടെ, നമ്മളൊന്നും നോക്കാറില്ല. നമ്മളൊരു വീഡിയോ എടുക്കുന്നു, നേരെ അതിനെ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ആ വീഡിയോ ഒന്നും അങ്ങനെ വ്യൂസും ഇല്ല, ഒരു ഇതുമില്ല. വെറുതെ നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുക്കുന്നു, വെറുതെ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ അങ്ങനെ വലിയ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ പിന്നീട് ഓരോ ചാനലിലുള്ള റിവ്യൂവും അതുപോലെ തന്നെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടും കണ്ടും നമ്മൾ ചെയ്തു തുടങ്ങി. എന്താണ് ചെയ്തതെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, ലോങ് വീഡിയോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് ചെയ്യാനുള്ള തംബ്നെയിലാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന തംബ്നെയിൽ കണ്ട് മാത്രമേ ഒരാൾ വീഡിയോ ക്ലിക്ക് ചെയ്യത്തുള്ളൂ, ആ വീഡിയോയിൽ വ്യൂസ് വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ തംബ്നെയിൽ നോക്കാതെ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയ്ക്ക് അകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് ഒരു വ്യക്തികളും നോക്കത്തില്ല. അപ്പോൾ നമ്മൾ മാക്സിമം വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള തംബ്നെയിലാണ് കേട്ടോ. തംബ്നെയിൽ ചെയ്യുമ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റിയിൽ നല്ല എന്താണോ നമ്മളിടുന്ന വീഡിയോയ്ക്ക് അകത്ത് ഉള്ള മെയിൻ കണ്ടന്റ് അതിൽ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ തംബ്നെയിൽ കൊടുക്കുക കേട്ടോ. അത് ഇമേജസ് ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മുടെ ടൈപ്പ് ആയിക്കോട്ടെ, എന്തായിരുന്നാലും നമ്മൾ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ തംബ്നെയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ ചെയ്യാനുള്ള കാര്യമാണ് ടൈറ്റിൽ കൊടുക്കുക എന്ന് പറയുന്നത്. ടൈറ്റിൽ കൊടുക്കുമ്പോൾ ചിലവർ ഹാഷ്ടാഗ് മാത്രമേ അടിച്ചു വിടും, ടൈറ്റിലൊന്നും കൊടുക്കാറില്ല. ഞാനും ആദ്യമൊക്കെ അങ്ങനെയാണ്, ടൈറ്റിൽ കൊടുക്കാറില്ല, ഹാഷ്ടാഗ് അടിച്ചു വിടും. ചിലപ്പോൾ ഹാഷ്ടാഗ് അടിച്ചു വിടും, ടൈറ്റിൽ കൊടുക്കാറില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ടൈറ്റിൽ കൊടുക്കുക. എന്താണോ വീഡിയോയ്ക്ക് അകത്ത് വരുന്ന ഹൈലൈറ്റ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ നല്ല ഒരു ടൈറ്റിൽ ആ സമയത്ത് കിട്ടും. ഞാനും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന നല്ലൊരു ടൈറ്റിൽ വീഡിയോ കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം ഒരു 5 ഹാഷ്ടാഗ് മിനിമം അടിച്ചു കൊടുക്കുക കേട്ടോ. യൂട്യൂബ് ഷോർട്സ്, യൂട്യൂബ് ഫീഡ്, പിന്നെ ഞാൻ കൊടുക്കുന്ന ന്യൂ, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ അതിൻ്റെത്, എക്സ്പീരിമെൻ്റ് ആണ് എക്സ്പീരിമെൻറ്റ്, അങ്ങനെയുള്ള നിങ്ങൾ ചെയ്യുന്ന എന്ത് വീഡിയോ ആണോ അതിനനുസരിച്ചുള്ള ഹാഷ്ടാഗ് മാത്രം അടിക്കുക കൊടുക്കാൻ ശ്രമിക്കുക. പിന്നീട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് വീഡിയോ കണ്ടൻ്റ് ആണ് കേട്ടോ. വീഡിയോയ്ക്ക് ഇടുന്ന കണ്ടൻറ്റ് നല്ല കണ്ടൻ്റ് ആയാൽ മാത്രമേ ആളുകൾ സ്കിപ്പ് ചെയ്യാതെ കാണത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് വാച്ച് ഓവർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യമായാലും യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തി കുറച്ച് നേരം കണ്ടാൽ മാത്രമേ ലൈക്ക് അടിക്കത്തുള്ളൂ, എല്ലാത്തൊക്കെ സ്കിപ്പ് അടിച്ച് പോകും. അപ്പോൾ നമ്മളെ മാക്സിമം ഷോർട്ട് വീഡിയോയിലായിരുന്നാലും ലോങ് വീഡിയോയിലായിരുന്നാലും നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഷോർട്ട് വീഡിയോ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി തംബ്നെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഏറ്റവും ഫ്രണ്ടിൽ അല്പസമയത്തേക്ക് നമുക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. അതിൻ്റെ വീഡിയോ നിങ്ങൾ കമൻറ്റ് അത്യാവശ്യമായിട്ട് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ അതിൻ്റെ വീഡിയോ അടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് വീഡിയോയ്ക്ക് നമ്മൾ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡിൽ ഒരു തംബ്നെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ യൂട്യൂബിൽ ആളുകൾ നോക്കുമ്പോൾ ഷോർട്സിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ ആളുകൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും, നോക്കുമ്പോൾ ടൈറ്റിൽ ഇതാണ്. അപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് അത്രയ്ക്ക് യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ ലോങ് വീഡിയോ ആണെങ്കിൽ വാച്ച് ഓവർ കയറും, അതുപോലെ തന്നെ ആൾ ലൈക്ക് ചെയ്യും, അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം നല്ല നല്ല കണ്ടൻറ്റ് ഉൾപ്പെടുത്തി വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ഞാനും എൻ്റെ ചാനലിൽ ഫസ്റ്റ് നല്ല നല്ല വീഡിയോസൊക്കെ ഇടാറ് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് ഓരോ കണ്ടൻറ്റ് ബേസ് ഇട്ടപ്പോഴാണ് നമ്മുടെ ചാനൽ ഏകദേശം 22,000 സബ്സ്ക്രൈബർ നമ്മുടെ ചാനൽ ഇപ്പോൾ ആയിട്ടുള്ളത്. അപ്പോൾ വ്യൂസ് കയറാതെ ആരെങ്കിലും ചാനൽ സ്റ്റക്കായിരിപ്പുണ്ടെങ്കിൽ നല്ല നല്ല തംബ്നെയിൽ കൊടുക്കുക, നല്ല നല്ല ടൈറ്റിൽ കൊടുക്കുക, നല്ല നല്ല ഹാഷ്ടാഗ് കൊടുക്കുക, അതുപോലെ തന്നെ നല്ല നല്ല കണ്ടൻറ്റ് കൊടുക്കുക കേട്ടോ വീഡിയോയ്ക്ക്. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് വരത്തുള്ളൂ. അപ്പോൾ ലോങ് വീഡിയോ ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും പ്രധാന വാച്ച് ഓവറാണ്. വാച്ച് ഓവർ കംപ്ലീറ്റ് സബ്സ്ക്രൈബർ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആയി. പക്ഷേ മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ വാച്ച് ഓവർ വേണം 4,000. ഈ 4,000 എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടില്ല. കാരണം നമ്മൾ ഇപ്പോൾ അത്യാവശ്യം വീഡിയോ നമ്മൾ നല്ല രീതിയിൽ ഇട്ട് വരുന്നതേ ഉള്ളൂ, ലോങ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യുമ്പോൾ നല്ല നല്ല തംബ്നെയിൽ കൊടുക്കുക, നല്ല ടൈറ്റിൽ കൊടുക്കുക, നല്ല ഹാഷ്ടാഗ് കൊടുക്കുക.
നല്ല കണ്ടൻറ്റ് ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ എന്തുകൊണ്ടും സ്റ്റക്കായി നിൽക്കുന്ന വ്യൂസ് ആയിക്കോട്ടെ, എന്തുകൊണ്ടും നമ്മുടെ ചാനലിൽ സെറ്റായിട്ട് വ്യൂസ് കയറി വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിലും ഒരു വീഡിയോ ഇട്ട സമയത്ത്, ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ഏകദേശം 1000 പേര് മാത്രം കണ്ടുവന്ന ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ അതൊരു 2-3 മണിക്കൂർ ഒരു ദിവസം എന്തോ കഴിഞ്ഞ സമയത്ത് ആ വീഡിയോ അത് 1000 ആയി, 2000 ആയി, 3000 ആയി, അത് 10000 ആയി, 1 ലക്ഷം ആയി, പിന്നെ അത് 10 ലക്ഷമായി, 20 ലക്ഷമായി, ഇപ്പോൾ അത് 30 ലക്ഷം വ്യൂസ് അടിച്ചിരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ചാനലിൽ കയറിയിട്ട്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ അല്പം മെനക്കേടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്യാൻ വേണ്ടി. അതിൻ്റെ തംബ്നെയിൽ കൊടുത്തത് നല്ല തംബ്നെയിലാണ് കൊടുത്തത്, നല്ല ഹാഷ്ടാഗ് കൊടുത്തു, നല്ല ടൈറ്റിൽ കൊടുത്തു. വീഡിയോ കണ്ടൻറ്റ് സൂപ്പറായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ സ്റ്റക്കായി നിന്ന ഒരു വീഡിയോ ആയിരുന്നു. പെട്ടെന്ന് ആ വീഡിയോ കയറിപ്പോയി. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ സമയത്ത് വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോ ഉടനെ തന്നെ കയറണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 1 ദിവസം പിടിക്കും, 2 ദിവസം പിടിക്കും, ചിലപ്പോൾ ഒരാഴ്ച ആയിട്ട് ഓടി തുടങ്ങുന്ന വീഡിയോസും ഉണ്ട്. അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മുടെ ചാനൽ നമ്മൾ വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിലോട്ട് പോകാം. അടുത്ത വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരുന്നതായിരിക്കും, ലോങ് വീഡിയോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.